ഒരു കോണ്ടിനെൻ്റൽ സ്റ്റൈലിൽ ടൈഗർ പ്രോൺസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. അതിന് ഞാൻ ടൈഗർ പ്രോൺസിനെ ക്ലീൻ ചെയ്തിട്ട് അതിനകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പാപ്രിക്ക പൗഡറും ഉപ്പും കുറച്ച് നാരങ്ങാനീരും പുരട്ടി കുറച്ച് നേരം ഇങ്ങനെ ഒരു 30 മിനിറ്റ് നമുക്കതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു പാനിൽ കുറച്ച് ബട്ടറും, അതായത് ഈക്വൽ എമൗണ്ട് ഓഫ് ബട്ടറും കുറച്ച് ഓയിലും ആഡ് ചെയ്തിട്ട് അതിനകത്തോട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ട് വഴറ്റണം. എന്നിട്ട് നമുക്ക് വേറൊരു പാനിൽ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ടൈഗർ പ്രോൺസിന് 2 സൈഡും നല്ല ബ്രൗൺ ആവുന്ന വരെ കുക്ക് ചെയ്തെടുക്കണം. ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്താൽ അത് എളുപ്പം വെന്ത് കിട്ടും. ഒരു 3 to 4 മിനിറ്റ്സേ എടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ മറ്റേ അടുപ്പത്ത് ആ ഷാലറ്റ്സും ഗാർലിക്കും ഒക്കെ മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ആ ടൈഗർ പ്രോൺസ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു. നല്ല ഹൈ ഹീറ്റ് 2 സൈഡും കുക്ക് ചെയ്തിട്ട് പിന്നെ മീഡിയം ഹീറ്റ് ഒരു 5 to 7 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ടൈഗർ പ്രോൺസിനെ ഇതുപോലെ കുക്ക് ചെയ്ത് റെഡിയാക്കി മാറ്റാം. അതിന് നമ്മൾ ആ പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി. ഇപ്പോൾ നമ്മുടെ ഷാലറ്റ്സും വെളുത്തുള്ളിയൊക്കെ ഒരുമാതിരി മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് സീസണിങ്സ് ആയിട്ട് ചില്ലി ഫ്ലേക്സും ഒന്നിട്ട് വഴറ്റണം. അത് കഴിഞ്ഞ് നമുക്ക് 1 ടേബിൾ സ്പൂൺ പപ്രിക്ക പൗഡറും ഇട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് മഷ്റൂമാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള സോസിൽ വരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് സ്ലൈസ് ചെയ്ത മഷ്റൂംസ് അതിനകത്തോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ആ മഷ്റൂം എളുപ്പം വെന്തോളും. ഒരു 1 മിനിറ്റ് കൊണ്ട് തന്നെ മഷ്റൂം നന്നായിട്ട് വെന്ത് കിട്ടും. എന്നിട്ട് നമ്മൾ ചെമ്മീൻ വറുത്ത ആ പാത്രത്തിൽ തന്നെ കുറച്ച് ചെമ്മീൻ്റെ സ്റ്റോക്ക് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് അതാണ് നമ്മൾ ഈ സോസിന് ഉപയോഗിക്കുന്നത്. അത് എന്നിട്ട് നമുക്ക് ഈ മഷ്റൂം നന്നായിട്ട് സോട്ട് ചെയ്ത് അതിനകത്തോട്ട് ആ സ്റ്റോക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ക്രീമും ഒഴിച്ച് കൊടുത്ത് സോസിനെ നന്നായിട്ട് തിക്കൻ ചെയ്യണം. അപ്പോൾ നമ്മുടെ സോസ് റെഡിയായി, പ്രോൺസും റെഡിയായി. ഇനി നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാനുള്ള വെജിറ്റബിൾസ് നമുക്ക് റെഡിയാക്കണം. അതിന് കുറച്ച് ക്യാരറ്റും കുറച്ച് ബീൻസും സുക്കിനിയൊക്കെ ഞാനൊന്ന് ബ്ലാൻഡ് ചെയ്ത് ബട്ടർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റ് ചെയ്താൽ മതി. ഒരു പ്ലേറ്റിൽ നമുക്ക് ഈ നല്ലതായിട്ട് ഗ്രില്ല് ചെയ്ത പ്രോൺസും വെജിറ്റബിൾസും വെച്ച് ആ സോസ് ഒഴിച്ച് കഴിച്ച് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം.